ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് ആഫ്റ്റർ എഫക്ട്സിൻ്റെ അകത്തെ ആങ്കർ പോയിൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചോദിക്കുകയുണ്ടായി, ആഫ്റ്റർ എഫക്ട്സിൻ്റെ അകത്തെ ആങ്കർ പോയിൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുമോ, അല്ലെങ്കിൽ ആങ്കർ പോയിൻറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ആനിമേഷൻ ചെയ്യുന്നത്, അതിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് മൾട്ടിമീഡിയ രംഗത്തും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു ചാനലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആഫ്റ്റർ എഫക്ട്സ് ഇവിടെ ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് ആഫ്റ്റർ എഫക്ട്സിനകത്ത് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു കോമ്പോസിഷൻ ആവശ്യമാണ്. ഞാൻ ഒരു ഡിഫോൾട്ട് കോമ്പോസിഷൻ നമ്മൾ കൊടുക്കുകയാണ്. ഞാൻ ഓക്കെ കൊടുത്തു. നമ്മുടെ കോമ്പോസിഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഷേപ്പൊക്കെ മൂവ് ചെയ്യുന്ന അതിൻ്റെ ആങ്കർ പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നമ്മൾ ആനിമേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ആങ്കർ പോയിൻറ്റിൻ്റെ ഒരു പ്രാധാന്യം വളരെയധികമാണ്. അപ്പോൾ നമുക്കൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. നമുക്ക് അതിനായിട്ട് ലെയറിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ഷേപ്പ് ലെയർ കൊടുക്കാം. അല്ല എങ്കിൽ കോമ്പോസിഷനകത്ത് റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് ലെയർ കൊടുക്കാവുന്നതാണ്. ഞാൻ ഷേപ്പ് ലെയർ വരച്ചിട്ടുണ്ട്. ഒരു റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് ഞാൻ ഒരു റെക്റ്റാങ്കിൾ ഞാൻ ആദ്യമേ ഇവിടെ വരയ്ക്കുകയാണ്. ഓക്കെ, നമ്മുടെ റെക്റ്റാങ്കിൾ ഷേപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ റെക്റ്റാങ്കിൾ ഷേപ്പിന് തൊട്ട് ഇപ്പറായിട്ട് നമുക്ക് കാണാം അതിൻ്റെ ആങ്കർ പോയിൻറ്റ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ ആങ്കർ പോയിൻറ്റ് ഇങ്ങനെ നിൽക്കാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കോമ്പോസിഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും ഡിഫോൾട്ടായിട്ട് ആങ്കർ പോയിൻറ്റ് വരിക. ഇപ്പം ഞാനിതിന് റൊട്ടേഷൻ അല്ലെങ്കിൽ മൂവ്മെൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആങ്കർ പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഷേപ്പ് മൂവ് ആകുന്നത്. ഞാൻ പിന്നെ റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആ കോമ്പോസിഷനെ ബേസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ആങ്കർ പോയിൻറ്റ് വെച്ചിട്ടാണ് നമ്മുടെ ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് അങ്ങനല്ല. നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ സെൻറ്ററായിട്ട് വേണം നമ്മുടെ ആങ്കർ പോയിൻറ്റ് എപ്പോഴും നിൽക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഷേപ്പ് നമുക്ക് റൊട്ടേഷൻ ആവണമെങ്കിൽ നമുക്ക് ആ ഒരു ആങ്കർ പോയിൻറ്റിൻ്റെ സെൻറ്ററിൽ നിൽക്കണം. അതിനുവേണ്ടി നമുക്കൊരു ആങ്കർ പോയിൻറ്റിന് ഒരു ടൂൾ തന്നിട്ടുണ്ട്. നമുക്ക് ആങ്കർ പോയിൻറ്റ് നമുക്ക് ചേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് ഈ ആങ്കർ പോയിൻറ്റിനെ മൂവ് ചെയ്ത് നമ്മുടെ ഇതിലേക്ക് നമുക്ക് നീക്കി വെക്കാവുന്നതാണ്. തൊട്ട് സൈഡിലേക്ക് ചേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ അതിൻ്റെ ആങ്കർ പോയിൻറ്റ് ഞാൻ കൊടുക്കുകയാണ്. ട്രാൻസ്ഫോമിൻ്റെ അകത്ത് നമുക്ക് ആങ്കർ പോയിൻ്റ് ഉണ്ട്. ആങ്കർ പോയിൻ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആങ്കർ പോയിൻ്റ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ആങ്കർ പോയിൻറ്റിനെ കൊണ്ട് അതിൻ്റെ സെൻറ്ററിൽ വെക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് റൊട്ടേറ്റ് ആവുന്നതെന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഷേപ്പിൻ്റെ സെൻറ്റർ ആയിട്ട് ആങ്കർ പോയിൻറ്റ് വെച്ചിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ഷേപ്പ് റൊട്ടേറ്റ് ആവുന്നത്. ഇത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമുക്കൊരു റൗണ്ടഡ് ഷേപ്പ് ഉപയോഗിച്ച് നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു നമ്മൾ വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഈ ആങ്കർ പോയിൻറ്റ് കറക്റ്റ് സെൻറ്റർ അല്ലെങ്കിൽ ആവണമെന്നില്ല. ഒരു പക്ഷേ ആ ഒരു ഷേപ്പ് ലെയറും കൂടി വരയ്ക്കുകയാണ്. അതിൻ്റെ അകത്ത് എലിപ്സ് ടൂൾ ഉപയോഗിച്ച് ഞാൻ ഒരു ഷേപ്പ് വരയ്ക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഷേപ്പ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കാണാം. ഇതും അതുപോലെ തന്നെ നമ്മുടെ കോമ്പോസിഷൻ്റെ സെൻട്രൽ ലൈൻ ആയിട്ടുള്ള ആങ്കർ പോയിൻറ്റിനാണ് റൊട്ടേറ്റ് ആവുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഞാൻ ആങ്കർ പോയിൻറ്റ് സെലക്ട് ചെയ്യുന്നു. ആങ്കർ പോയിൻറ്റ് ഉപയോഗിച്ച് സെൻറ്ററിൽ വെക്കാം. റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്കിത് കാണാൻ സാധിക്കും. ഒരു ചെറിയ മൂവ്മെൻറ്റും വരും. അതായത് നമ്മുടെ റൊട്ടേഷൻ ചെയ്യുന്ന ആങ്കർ പോയിൻറ്റ് കറക്റ്റ് സെൻറ്ററല്ല. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ സ്ട്രോക്ക് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാകുന്നു. ഫിൽ കളർ ഓഫ് ആക്കുന്നു. ഓക്കെ, ഷേപ്പിൻ്റെ അകത്ത് നമുക്ക് സ്ട്രോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു വൈറ്റ് സ്ട്രോക്ക് കൊടുക്കുന്നു. ഓക്കെ, ഞാൻ ഇതിൻ്റെ തന്നെ ഒരു കോപ്പി എടുക്കുന്നത് അറിയാം. കൺട്രോൾ D ആണ് കോപ്പി എടുക്കുന്നത്. ഓക്കെ, അത് ഞാനൊന്ന് ചെറുതാക്കുകയാണ്. അതിൻ്റെ ട്രാൻസ്ഫോമിന് പോയി ചെറുതാക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. സ്കെയിൽ ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ ഷേപ്പ് 1 ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. കണ്ടോ, ആ ഒരു റൊട്ടേഷൻ കറക്റ്റായിട്ടല്ല. അപ്പോൾ നമ്മുടെ ആങ്കർ പോയിൻറ്റ് നമ്മൾ വെച്ചിരിക്കുന്നത് വളരെ തെറ്റായിട്ടാണ്. അതായത് വളരെ തെറ്റായിട്ടല്ല, നമ്മൾ മാനുവലി വെച്ചിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അത് സെൻറ്റർ ആവണമെന്നില്ല. ഒരു പക്ഷേ നമ്മൾ വരയ്ക്കുന്ന ഷേപ്പ്, ഞാനിത് ഷേപ്പെല്ലാം കളയുവാണ്. പുതിയതായിട്ട് ഞാൻ ഒരു ഷേപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾക്ക് മനസ്സിലായി, നമ്മളൊരു ആങ്കർ പോയിൻറ്റ് നമ്മൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അലൈനായിട്ട് അല്ലായിരിക്കും വരിക. അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ ചേഞ്ചൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഡിഫോൾട്ടായിട്ട് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ എങ്ങനെ വെക്കാമെന്ന് നോക്കാം. ഞാൻ ഒരു ഷേപ്പ് ലെയറും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു റെക്റ്റാങ്കിൾ ടൂൾ തന്നെ എടുത്ത് വരയ്ക്കുകയാണ്. ഫിൽ കളർ കൊടുക്കുക.
ഓക്കെ, ഫിൽ കളർ കൊടുത്ത് ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാം ഇതിൻ്റെ ആങ്കർ പോയിന്റ് നിൽക്കുന്നത് നമ്മുടെ കോമ്പോസിഷൻ്റെ സെൻറ്ററായിട്ടാണ്, ഈ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്ററായിട്ടല്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഡിഫോൾട്ടായിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കറക്റ്റ് കൊണ്ട് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ ആങ്കർ പോയിന്റ് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഓൾട്ട് ഞെക്കി പിടിച്ചുകൊണ്ട് നമ്മുടെ ആങ്കർ പോയിന്റ് ടൂള് ഡബിൾ ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കറക്റ്റായിട്ട് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ സെൻറ്ററിൽ തന്നെ നമുക്ക് ഈ ഒരു ആങ്കർ പോയിന്റ് കൊണ്ട് പ്ലേസ് ആവുന്നതാണ്. തന്നെ ഓട്ടോമാറ്റിക്കലി പ്ലേസ് ആകും. കൺട്രോൾ ഓൾട്ട് പിടിച്ചുകൊണ്ട് നമ്മുടെ ആങ്കർ പോയിന്റിൻ്റെ ടൂളിൽ നമുക്കൊന്ന് ഡബിൾ ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് സെൻറ്ററായിട്ട് തന്നെ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കറക്റ്റ് സെൻറ്ററായിട്ടുണ്ട്. നമുക്കത് അറിയണമെങ്കിൽ മുമ്പേ കാണിച്ച പോലെ തന്നെ നമുക്കൊരു റൗണ്ട് ഷേപ്പ് വരച്ച് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പ് കളയുവാണ്, ഒരു ന്യൂ ഷേപ്പ് ലെയർ വരയ്ക്കുന്നു, എലിപ്സ് ടൂൾ എടുക്കുന്നു. ഓക്കെ, ഇതിൻ്റെയും സെൻറ്റർ നമ്മുടെ കോമ്പോസിഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് ഡിഫോൾട്ടായിട്ട് വെക്കുന്നത് മുമ്പേ ചെയ്ത പോലെ തന്നെ കൺട്രോളും ഓൾട്ടും പ്രസ് ചെയ്തുകൊണ്ട് ആങ്കർ പോയിന്റ് ടൂളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആങ്കർ പോയിന്റ് സെൻറ്ററായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, വളരെ കറക്റ്റായിട്ട് തന്നെയാണ് ഇത് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ആങ്കർ പോയിന്റ് സെലക്ട് അല്ലെങ്കിൽ നമ്മുടെ ഷേപ്പുമായിട്ട് കറക്റ്റ് സെൻറ്റർ അലൈൻ ആക്കുന്നത്. ഇനി ഇങ്ങനെയല്ല, നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഹോം ബട്ടനെ ക്ലിക്ക് ചെയ്തില്ല എങ്കിൽ നമുക്ക് ചില ഷേപ്പൊക്കെ നമുക്ക് റൊട്ടേഷനും അതിൻ്റെ ആങ്കർ പോയിൻറ്റിൻ്റെ കുറച്ച് ഡീറ്റെയിലും നമുക്ക് നമ്മുടെ ലെയറിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. നമുക്ക് ട്രാൻസ്ഫോമിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ആങ്കർ പോയിന്റിൻ്റെ അതിൻ്റെ സ്കെയിലിൻ്റെ റൊട്ടേഷൻ ഷോർട്ട് കീയും കാണാനായിട്ടൊക്കെ പറ്റും. നമുക്ക് എപ്പോഴും ഷോർട്ട് കീ കാണണമെങ്കിൽ ഡിഫോൾട്ടായിട്ട് നമ്മുടെ ഷോർട്ട് കീസ് എല്ലാം നമ്മുടെ മെനുവിൽ ചിലതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് കീയും കൂടി കാണണമെങ്കിൽ നമുക്ക് ലെയറിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ട്രാൻസ്ഫോമിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ വേറൊരു ഇതിൻ്റെ അകത്ത് മാറിക്കണാൽ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററായിട്ട് കറക്റ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഫ്ലിപ്പ് ചെയ്യണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യണമെങ്കിലും അതിൻ്റെ കുറേ ഓപ്ഷൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും ഒരു ഷേപ്പ് മൂവ് ആവുന്ന അല്ലെങ്കിൽ നമ്മൾ ആനിമേറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഷേപ്പ് മൂവ് ആവുന്നതെല്ലാം ഈ ഒരു ആങ്കർ പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ആങ്കർ പോയിന്റ് എങ്ങനെയാണ് സെൻട്രലൈൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള വീഡിയോ വരുന്നവരെ ബൈ.